അപകീർത്തികരമായ വീഡിയോ സമൂഹമാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ഇന്ന് നിർണായക ദിവസമാണ്. ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്നാണ് വിധി പറയുക. ദീപക് തർമ്മണം ഈ വാർത്തയുടെ അപ്ഡേഷനുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ഷിംജിതയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നുണ്ടാകുമോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അപകീർത്തികരമായ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. ഒരു സോഷ്യൽ മീഡിയ കടന്നാക്രമണം നടക്കുന്നു. അതിൽ മനംനൊന്ത് ദീപക് ആത്മഹത്യ ചെയ്യുന്നു. ആ ആത്മഹത്യാ കേസിൽ ഇപ്പോഴും ഷിംജിത ജയിലിലാണ്. ഷിംജിതയുടെ ജാമ്യഹർജി, അതായത് ആദ്യം ജാമ്യഹർജി മജിസ്ട്രേറ്റ് കോടതി, കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. അതേ തുടർന്ന് മേൽക്കോടതിയെ സമീപിച്ചതാണ്. മേൽക്കോടതി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ്, കോഴിക്കോട് ജില്ലാ കോടതിയാണ്. ജില്ലാ കോടതി ഇന്ന് ഈ കേസിൽ വിധി പറയും. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചെങ്കിലും പോലീസിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയും അതുപോലെ തന്നെ പ്രതിയുടെ വാദത്തിന് വേണ്ടിയും വിശദമായ വാദത്തിന് വേണ്ടിയും മാറ്റിവെക്കുകയായിരുന്നു. പോലീസാണെങ്കിൽ വളരെ കൃത്യമായി പ്രോസിക്യൂഷൻ ഇതിൽ എതിർക്കുകയാണ്. കാരണം തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, ഇതിൽ സാക്ഷികളുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാൻ, പ്രത്യേകിച്ച് ആ ബസ്സിൽ കൂടെ യാത്ര ചെയ്ത ഒരു യുവതി ഉൾപ്പെടെയുണ്ട്. ആ യുവതിയുടെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരുന്നു ഷിംജിത. അത്തരം ക്രൂരമായ നടപടി ചെയ്ത ഒരാൾ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർക്കും. അത്തരം പോലീസ് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഫോൺ ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കിയ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതേ തുടർന്ന് കൂടുതൽ പിന്നീടും അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ടി വരും. കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയെങ്കിലും മണിക്കൂറുകൾ മാത്രമാണ് കോടതി ചോദ്യം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുത്തത്. എന്നാൽ കൂടുതൽ തെളിവെടുപ്പിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നുള്ള വാദം പോലീസ് മുന്നോട്ട് വയ്ക്കും. ഏതായാലും ഇന്ന് കേസിൽ കോടതി അതിലൊരു എസ് കെ എൻ പറഞ്ഞതുപോലെ ഒരു തീരുമാനമെടുക്കും. ഷിംജിത അകത്തേക്കോ പുറത്തേക്കോ എന്നുള്ള തീരുമാനമെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എസ് കെ എൻ. താങ്ക് യു ദീപക് തർമ്മണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.